ഹായ് ഓൾ, ട്രെൻഡിങ്ങിലായ പാൽപുട്ട് ഈ ഫില്ലിങ്ങിൽ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ. എങ്ങനെ ഉണ്ടാക്കുമ്പോൾ കറികളൊന്നും വേണ്ട കഴിക്കാൻ. അപ്പൊ ആദ്യം തന്നെ ബട്ടർ മെൽറ്റ് ചെയ്ത് അതിലേക്ക് നേന്ത്രപ്പഴം ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലവണ്ണം വാട്ടിയെടുക്കണം. നെയ്യ് വെച്ചും വാട്ടിയെടുക്കാം പഴം. ഇവിടെ ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു രീതിയിൽ വാടി വരുമ്പോൾ അതിലേക്ക് തേങ്ങയും ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തേങ്ങയും ചേർത്ത് നന്നായി വാട്ടിയെടുക്കണം. ഇവിടെ ബട്ടർ കുറവാണെന്ന് തോന്നിയപ്പോൾ ഒരു ബട്ടറിന്റെ പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ശർക്കരയും കൂടി ആഡ് ചെയ്യാം. ശർക്കര താല്പര്യമില്ലാത്തവർക്ക് പഞ്ചസാരയും എടുക്കാം കേട്ടോ. ശർക്കര മെൽറ്റായി ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ ഇത് സെറ്റായിട്ടുണ്ടാവും. ഇനി പുട്ട് സെറ്റാക്കി എടുക്കാം. പുട്ടും പൊടി, പാല്, ഉപ്പ്, പഞ്ചസാര ഇതൊക്കെ ഇട്ടിട്ടാണ് കുഴച്ചെടുക്കണ്ടേ. പിന്നെ പാല് നല്ലോണം ചേർക്കണം. പൊടി ഡ്രൈ ആവാതെ വെള്ളം കൂടി നിൽക്കണുണ്ടെന്ന് തോന്നണം, എന്നാലേ പുട്ടിന് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി ഒരു പാത്രം എടുത്ത് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുട്ട് അതിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം പുട്ടും പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ഫില്ലിങ് ഇട്ട് സെറ്റാക്കുക, പിന്നെ അതിന് മുകളിൽ പിന്നെയും പുട്ടും പൊടി വെച്ച് സെറ്റാക്കണം. ഇപ്പോൾ ഈ കാണിച്ച പോലെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതെടുത്ത് ഒരു അരമണിക്കൂർ ആവിയിൽ വേവിച്ചെടുക്കണം. പിന്നെ ഫില്ലിങ് നല്ലപോലെ വെച്ച് കൊടുക്കാൻ മറക്കണ്ട, എന്നാലേ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് ഫില്ലിങ് ഒന്നുകൂടി ആവാമെന്ന് തോന്നി കഴിച്ചപ്പോൾ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.